ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിയാറ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യോഗട്ട് കറിയാണ്. ഓക്കെ, നമുക്കിതിൽ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പാൻ വേണം, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, വേപ്പില, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കടുക്, ഉലുവ, പിന്നെ യോഗട്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതുണ്ടാക്കാൻ അധികം നേരമൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ സവാള, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചേക്കാണ്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. പാൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൈ തട്ടി പാൻ വീഴാത്ത രീതിയിൽ വെക്കണം. അതല്ലെങ്കിൽ മെയ്ത്തിന് നമുക്ക് കാര്യമായ പരുക്കുകൾ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സവാളയും വെളുത്തുള്ളിയും ഒക്കെ നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് എടുക്കണം. ഞങ്ങൾക്ക് വെളുത്തുള്ളിയും സവാളയും ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് കൂടുതലൊക്കെ എടുത്തിട്ടുണ്ട്. കൂടുതൽ നല്ല ടേസ്റ്റൊക്കെ കിട്ടും, നല്ല വെറൈറ്റി രുചിയാണ്. അപ്പോൾ നമ്മൾ ഈ തിളച്ച എണ്ണയിലേക്ക് കടുകും ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ കമൻറ്റും ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തേക്കാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഏകദേശം ഒന്ന് വെന്ത് വരാറായിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. അത് വെന്ത് തന്നെ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം, ഒന്നൊരു ഫ്രൈ ആയി കിട്ടുന്ന രൂപം വരെ. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പതിയെ മിക്സ് ചെയ്യണം, അതല്ലെങ്കിൽ തറച്ച് നമ്മുടെ മേത്തേക്ക് തന്നെ വീണം. നമ്മൾ ഇനി ഇതിലേക്ക് വേപ്പിലിടാണ്. നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കാര്യം ശ്രദ്ധിക്കേണ്ടത് സേഫ്റ്റി ഫസ്റ്റ്. നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ മിക്സ് ചെയ്താൽ ഇവിടെയൊക്കെ സാധനങ്ങൾ കിടക്കും, ചില നമ്മുടെ മേത്തേക്കും വീഴും. മേത്തേക്ക് വീണാൽ എന്താ പറ്റാന്ന് വെച്ചാൽ മേലിൽ പൊള്ളും. പിന്നെ നമ്മളിതിലേക്ക് ഈ വഴണ്ടിരിക്കുന്ന വെളുത്തുള്ളിൻ്റെ സെക്ഷനിലായിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാളയും ഒന്ന് നല്ല രീതിക്കൊന്ന് വറുത്ത് വരട്ടെ, ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ കുറച്ച് ഉപ്പ് എടുക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് മതി, അതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ നെക്കി അടിച്ച് പൊട്ടിക്കുക, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ സവാള ഒക്കെ ഏകദേശം ഒന്ന് കുഴഞ്ഞ് മിക്സായി ഒരു പരുവായിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടി മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ
മൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സവാളേനെയും ബാക്കിത്തെ ഐറ്റംസും. ഒരു ഏകദേശം ഫ്രൈ രൂപത്തിൽ കിട്ടിയാൽ അത്രയും നല്ലത്, നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഒരു തരം വഴണ്ട് ഒരു പരിവായിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനാണ് നോക്കുന്നത്. മാക്സിമം ഒന്ന് ഡ്രൈ ആവട്ടെ. അതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പാനൊന്ന് പതിയെ സിമ്മിലേക്ക് ഇടാണ്. ഓഫ് ചെയ്തു നമ്മൾ. ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, നമ്മളടുത്ത് നേരത്തെ മാറ്റി വെച്ച മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ഒന്ന് ഇടുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യോഗട്ടിൻ്റെ കളർ വൈറ്റാണ്. അപ്പം നമ്മൾ ഒരു കളർ നമ്മുടെ യോഗട്ട് കറിക്ക് ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാൻ ഓഫ് ചെയ്തു, മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പാൻ എടുത്ത് മാറ്റി വെക്കുകയാണ്. നമ്മൾ ഇപ്പം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, വേപ്പില, ഈ പച്ചമുളക്, ഈ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. ഈ മാറ്റി വെച്ചിരിക്കുന്ന ഇതിലേക്കാണ് നമ്മുടെ യോഗട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് എത്രയാണോ ഇത് വേണ്ടത് അത്രയും യോഗട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് ഒരു ഏകദേശം ഒരു കുഴമ്പ് പരുവത്തിലാക്കുക. നമ്മളിപ്പോൾ ഇവിടെ യോഗട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പതിയെ ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പണിയായിരിക്കും, പക്ഷെ പിന്നീട് നമുക്ക് നല്ല കഴിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റും. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തൊരു വന്നൊരു മണം ഉണ്ടല്ലോ, എൻ്റെ സാറേ, ചുറ്റുള്ളതെല്ലാം മറന്നു, നല്ല മണം വന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടീൻ്റെ കളർ വന്നിട്ട് യോഗട്ടിൻ്റെ വെള്ള കളർ മാറി മഞ്ഞ കളറും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഏറ്റവും ടേസ്റ്റിയാണ്, കഴിച്ചു നോക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. See you soon. Bye.